Okay, dear students, in this video, we are going to discuss about first year computer application, second chapter named Components of the Computer System, Part 3. Okay, once again, welcome to my channel. I am Santosh. Please subscribe my channel and press on bell icon. Okay, then watch the video. Okay, ഇതിനു മുന്നുള്ള പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ ഔട്ട്പുട്ട് ഡിവൈസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. അതിനകത്ത് രണ്ട് ടൈപ്പ് ഔട്ട്പുട്ട് ഡിവൈസ് ഉണ്ടായിരുന്നു. അതായത് സോഫ്റ്റ് കോപ്പി എടുക്കുന്നതിനും അതുപോലെ ഹാർഡ് കോപ്പി എടുക്കുന്നതിനും രണ്ട് ടൈപ്പ് ഔട്ട്പുട്ട് ഡിവൈസുകൾ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അതിൽ സോഫ്റ്റ് കോപ്പിയെ കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഹാർഡ് കോപ്പി എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രിന്റേഴ്സ് എന്ന ഔട്ട്പുട്ട് ഡിവൈസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ദെൻ എന്താണ് പ്രിന്റേഴ്സ്? പ്രിന്റേഴ്സ് ആർ യൂസ്ഡ് ടു പ്രൊഡ്യൂസ് ഹാർഡ് കോപ്പി ഔട്ട്പുട്ട്. പ്രിന്റേഴ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് പ്രിന്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഹാർഡ് കോപ്പി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പെർമനന്റ് ആയിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നതാണെന്ത്? ഹാർഡ് കോപ്പി. ഓക്കെ, based on the technology, printers are classified into two types. Printers യൂസ് ചെയ്യുന്ന ടെക്നോളജി ബേസ് ചെയ്തിട്ട് പ്രിന്റേഴ്സ് നമുക്ക് രണ്ടായി ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് വൺ ഇമ്പാക്ട് പ്രിന്റർ, സെക്കൻഡ് വൺ നോൺ ഇമ്പാക്ട് പ്രിന്റർ. ഓക്കെ, അതായത് ടെക്നോളജിയെ ബേസ് ചെയ്ത് പ്രിന്റേഴ്സിന് നമുക്ക് രണ്ട് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്, ഇമ്പാക്ട് പ്രിന്റേഴ്സ് ആൻഡ് നോൺ ഇമ്പാക്ട് പ്രിന്റേഴ്സ്. ഓക്കെ, ഇനി വൺ ബൈ വൺ ആയിട്ട് നമുക്കത് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ ഇമ്പാക്ട് പ്രിന്റർ ആണ്. ഓക്കെ, ഇറ്റ് യൂസസ് ഹാമറിംഗ് മെക്കാനിസം. ഇവിടെ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഹാമറിംഗ് മെക്കാനിസം ആണ്. ഓക്കെ, എ ലെറ്റർ ഓർ ഇമേജ് ഹാമർ സ്ട്രൈക്സ് ദി പേപ്പർ ത്രൂ എ റിബൺ in order to produce output and can take carbon copy. Okay, ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഒരു ലെറ്റർ ഒരു ഇമേജ് ഒരു ഹാമറിന് മുകളിൽ ഉണ്ടായിരിക്കും. ഈ ഹാമർ ഒരു പേപ്പറിന് അഗേൻസ്റ്റ് ആയിട്ട് സ്ട്രൈക്ക് ചെയ്യും. ഓക്കെ, ഈ ഹാമറിനും പേപ്പറിനും ഇടയിൽ ഒരു കാർബൺ റിബൺ ഉണ്ടായിരിക്കും. കാർബൺ റിബൺ നമുക്കറിയാം, കാർബൺ റിബണിന്റെ മുകളിൽ ഇങ്ക് പേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഈ കാർബൺ ഇങ്ക് പേപ്പറിൽ പോയി പതിയുമ്പോൾ നമ്മൾ എന്ത് ലെറ്റർ ആണോ എന്ത് ഇമേജ് ആണോ ഹാമർ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഇംപ്രഷൻ എവിടെ പ്രൊഡ്യൂസ് ചെയ്യും? ഈ പേജിന് മുകളിൽ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ആ ഒരു ഹാമറിംഗ് ടെക്നോളജിയാണ് എവിടെ യൂസ് ചെയ്യുന്നത്? ഇമ്പാക്ട് പ്രിന്റേഴ്സിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് ഹാമറിംഗ് ടെക്നോളജി യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കാർബൺ കോപ്പി എടുക്കാൻ സാധിക്കും. ഓക്കെ, മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഇമ്പാക്ട് പ്രിന്ററിൽ മെയിനായി യൂസ് ചെയ്യുന്ന ഒരു പ്രിന്ററാണ് ഡോട്ട് മാറ്റിക്സ് പ്രിന്റേഴ്സ്. ഓക്കെ, ഇമേജ് ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ആ ഡോട്ട് മാറ്റിക് പ്രിന്റേഴ്സിനെ കുറിച്ച് ജസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദി ഡോട്ട് മാറ്റിക് പ്രിന്റേഴ്സ് യൂസ് സ്മോൾ electromagnetically activated pins in the print head and have a inked ribbon. Widely used in cash counters in shops, low printing cost and can take carbon copies. ഇതൊക്കെയാണ് എന്തിന്റെ പ്രത്യേകത? ഒരു ഡോട്ട് മാറ്റിക് പ്രിന്ററിന്റെ പ്രത്യേകത. ഓക്കെ, ഡോട്ട് മാറ്റിക് പ്രിന്ററിൽ പ്രത്യേക ഹെഡ് ഉണ്ടായിരിക്കും. ഹെഡിൽ ടൈനി പിൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഈ പിൻസ് ആണ് ഹാമറിംഗ് മെക്കാനിസം പോലെ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഈ ഹാമർ പിൻസ് ആദ്യം ഇങ്ക് റിബണിന്റെ മുകളിൽ പ്രസ് ചെയ്യുന്നു. ഈ ഇങ്ക് റിബൺ എവിടെ പോയി പ്രസ് ചെയ്യുന്നത്? ഫ്രണ്ടിൽ വെച്ച പേപ്പറിന്റെ മുകളിൽ പ്രസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ പിൻ ഉണ്ടാക്കുന്ന ഇംപ്രഷൻ എന്തിൽ പതിയും? പേജിൽ പതിയും. ഓക്കെ, ഇനി മറ്റൊരു പ്രത്യേകത വൈഡ്ലി യൂസ്ഡ് ഇൻ ക്യാഷ് കൗണ്ടേഴ്സ് ഇൻ ഷോപ്സ്. ഷോപ്പിലെ ക്യാഷ് കൗണ്ടേഴ്സിലാണ് നമ്മൾ മെയിനായിട്ട് എന്ത് യൂസ് ചെയ്തിരിക്കുന്നത്? ഇത്തരം പ്രിന്റേഴ്സ് യൂസ് ചെയ്തിരിക്കുന്നത്. ലോ പ്രിന്റിംഗ് കോസ്റ്റ്, വളരെ കുറഞ്ഞ പ്രിന്റിംഗ് കോസ്റ്റേ ഉള്ളൂ. ആൻഡ് ക്യാൻ ടേക്ക് കാർബൺ കോപ്പീസ്, ഒന്നിലധികം കാർബൺ കോപ്പീസ് നമുക്ക് എടുക്കാൻ സാധിക്കും. ഏതിനകത്ത്? ഒരു ഡോട്ട് മാറ്റിക്സ് പ്രിന്ററിനകത്ത്. ഓക്കെ, നെക്സ്റ്റ് ടെക്നോളജിയാണ് നോൺ ഇമ്പാക്ട് പ്രിന്റേഴ്സ്. ഓക്കെ, നോൺ ഇമ്പാക്ട് പ്രിന്റർ ദർ ഈസ് നോ ഹാമറിംഗ് മെക്കാനിസം. ഇവിടെ എന്തില്ല? ഹാമറിംഗ് മെക്കാനിസം ഇല്ല. ദി പ്രിന്റർ ഇങ്ക് സ്പ്രേ in the shape of content to be printed. ഓക്കെ, എന്താണ് പ്രിന്റ് ചെയ്യാനുള്ളത്? ആ പ്രിന്റ് ചെയ്യേണ്ട ഷേപ്പിൽ ഇങ്ക് സ്പ്രേ ചെയ്യും പേജിന് മുകളിലേക്ക്. ആ ഒരു ടെക്നോളജി എവിടെ യൂസ് ചെയ്യുന്നത്? നോൺ ഇമ്പാക്ട് പ്രിന്റേഴ്സിൽ യൂസ് ചെയ്യുന്നത്. അതായത് ഇവിടെ എന്തില്ല? നോ ഹാമറിംഗ് മെക്കാനിസം ഇല്ല. ഇവിടെ എന്താ വർക്ക് ചെയ്യുന്നത്? ഇങ്ക് സ്പ്രേ ചെയ്യും.
എന്ത് ഷേപ്പാണ് നമ്മൾ പ്രിന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഷേപ്പിൽ പേജിനകത്തേക്ക് ഇങ്ക് സ്പ്രേ ചെയ്ത് പിടിപ്പിക്കും. ഓക്കെ, ആ ഒരു ടെക്നോളജി എവിടെ യൂസ് ചെയ്യുന്നത്? നോൺ ഇമ്പാക്ട് പ്രിന്റേഴ്സിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, എക്സാമ്പിൾ ഇങ്ക്ജെറ്റ് പ്രിന്റർ, ലേസർ പ്രിന്റർ. ഓക്കെ, എന്തിന് എക്സാമ്പിൾ ആണ്? നോൺ ഇമ്പാക്ട് പ്രിന്റേഴ്സിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, അതിൽ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇങ്ക്ജെറ്റ് പ്രിന്റർ. ഇറ്റ് ഫോംസ് ദി ഇമേജ് ഓൺ ദി പേജ് ബൈ സ്പ്രേയിങ് ടൈനി ഡ്രോപ്ലെറ്റ്സ് ഓഫ് ഇങ്ക് ഫ്രം ദി പ്രിന്റഡ് ഹെഡ്. ഓക്കെ, പ്രിന്റ് ചെയ്യപ്പെടുന്ന ഹെഡിൽ നിന്ന് ടൈനി ഡ്രോപ്ലെറ്റ്സ് ഓഫ് ഇങ്ക് സ്പ്രേ ചെയ്യും എങ്ങോട്ട്? പേജിനകത്തേക്ക്. ആ രീതിയിലാണ് എന്ത് വർക്ക് ചെയ്യുന്നത്? ഇങ്ക്ജെറ്റ് പ്രിന്റർ വർക്ക് ചെയ്യുന്നത്. വൺസ് അഗെയിൻ ഇതിനകത്ത് സ്പെഷ്യൽ ഹെഡ് ഉണ്ടായിരിക്കും. ഈ ഹെഡിൽ നിന്ന് ടൈനി ഡ്രോപ്ലെറ്റ്സ് ഓഫ് ഇങ്കിന്റെ ചെറിയ ചെറിയ ഡ്രോപ്സ് എങ്ങോട്ട് സ്പ്രേ ചെയ്യും? ഒരു പേജിലേക്ക് സ്പ്രേ ചെയ്യും. ഓക്കെ, ഈ സ്പ്രേ ചെയ്ത ഒരു ഇമേജ് ആയിട്ട് അല്ല ഒരു ലെറ്റർ ആയിട്ട് എന്തിനകത്ത് പതിയും? പേജിനകത്ത് പതിയും. ഓക്കെ, ദിസ് ആർ എക്സ്പെൻസീവ്. ഇത് വളരെയധികം എക്സ്പെൻസീവ് ആണ്. ഓക്കെ, ഇമേജ് തന്നിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ ലേസർ പ്രിന്റർ ആണ്. ഇറ്റ് പ്രൊഡ്യൂസ് ഗുഡ് ക്വാളിറ്റി ഔട്ട്പുട്ട്. വളരെ ക്വാളിറ്റി ഔട്ട്പുട്ട് എടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ലേസർ പ്രിന്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദി ടോണർ പൗഡർ ഈസ് സ്പ്രേഡ് ഓൺ ദി പേജ് ആസ് ദി ഷേപ്പ് ഓഫ് ഇമേജ് ഓർ ടെക്സ്റ്റ്. ഓക്കെ, ആദ്യം എന്താ ചെയ്യുന്നത്? ടോണർ പൗഡർ. ഈ പൗഡർ ഇമേജിൻ്റെയോ ടെക്സ്റ്റിൻ്റെയോ ഷേപ്പിൽ എങ്ങോട്ട് സ്പ്രേ ചെയ്യും? പേജിന് മുകളിലേക്ക് സ്പ്രേ ചെയ്യും. ഓക്കെ, then the paper move across a high heated area. ഈ സ്പ്രേ ചെയ്ത പേപ്പർ ഒരു ഹൈ ഹീറ്റഡ് ഏരിയയിലൂടെ മൂവ് ചെയ്യും. ഓക്കെ, മൂവ് ചെയ്യുമ്പോൾ ഈ സ്പ്രേ ചെയ്ത ടോണർ മെൽറ്റായി പേജിൻ്റെ മുകളിൽ സ്റ്റിക്കായി. ഓക്കെ, മെൽറ്റായി പേജിൻ്റെ മുകളിൽ പറ്റിപ്പിടിക്കുന്നു. ഓക്കെ, ഈ രീതിയിലുള്ള പ്രിന്റിംഗാണ് വരുന്നത് ലേസർ പ്രിന്റിങ്ങിൽ വരുന്നത്. വൺസ് അഗെയിൻ ഹൈ ക്വാളിറ്റി ഔട്ട്പുട്ട് എടുക്കാൻ വേണ്ടി യൂസ് ചെയ്ത ലേസർ പ്രിന്റർ. ഇവിടെ യൂസ് ചെയ്യുന്ന ടോണർ പൗഡർ ആണ്. ടോണർ പൗഡർ സ്പ്രേ ചെയ്യും ഷേപ്പിനനുസരിച്ച്. എന്താണോ പ്രിന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഇമേജിനനുസരിച്ചോ ടെക്സ്റ്റിനനുസരിച്ചോ ടോണർ പൗഡർ പേജിന് മുകളിലേക്ക് സ്പ്രേ ചെയ്യും. ഓക്കെ, ഈ സ്പ്രേ ചെയ്യപ്പെട്ട പേജ് ഒരു ഹൈലി ഹീറ്റഡ് ഏരിയയിലൂടെ മൂവ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഈ സ്പ്രേ ചെയ്ത പൗഡർ മെൽറ്റാവും. മെൽറ്റായിട്ട് പേജിന് മുകളിൽ പറ്റിപ്പിടിക്കുന്നു. ഓക്കെ, ഈ രീതിയിലാണ് എന്ത് വർക്ക് ചെയ്യുന്നത്? ലേസർ പ്രിന്റർ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇതിന് അഡ്വാൻറ്റേജ് മീൻസ് ഫാസ്റ്റ് പ്രിന്റിംഗ് ആൻഡ് ക്വാളിറ്റി പ്രിന്റിംഗ് ആണ്. ഓക്കെ, ഇതാണ് ഇമേജ് തന്നിട്ടുണ്ട്. തെർമൽ പ്രിന്റർ. ഇത് പ്രിന്റ്സ് ഓൺ ഹീറ്റ് സെൻസിറ്റീവ് തെർമൽ പേപ്പർ. ഓക്കെ, ഒരു സ്പെഷ്യൽ പേപ്പറിൻ്റെ മുകളിലാണ് ഇത് പ്രിന്റ് ചെയ്യപ്പെടുന്നത്. ആ പേപ്പറിൻ്റെ പേരാണ് ഹീറ്റ് സെൻസിറ്റീവ് തെർമൽ പേപ്പർ. ഓക്കെ, ഓർത്തിരിക്കുക, ഹീറ്റ് സെൻസിറ്റീവ് തെർമൽ പേപ്പർ യൂസ് ചെയ്യുന്ന പ്രിന്ററാണ് തെർമൽ പ്രിന്റർ. ഓക്കെ, ദേ ആർ സ്മോളർ, ചെറുതാണ്, ലൈറ്റർ ആൻഡ് കൺസ്യൂം ലെസ് പവർ ആൻഡ് പോർട്ടബിൾ. ചെറുതാണ്, മാത്രമല്ല വെയിറ്റ് കുറവാണ്, കുറഞ്ഞ പവറേ യൂസ് ചെയ്യുള്ളൂ, ആൻഡ് പോർട്ടബിൾ ടൈപ്പാണ്. കൊണ്ടു നടക്കാൻ പറ്റുന്ന പ്രിന്റേഴ്സാണ് തെർമൽ പ്രിന്റേഴ്സ് പറയുന്നത്. ഓക്കെ, ഇമേജ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവിടെ യൂസ് ചെയ്യുന്ന പ്രിന്റേഴ്സ്, അതിൽ യൂസ് ചെയ്യുന്ന ഇങ്ക്സ് ഏതൊക്കെയാണ്? ജസ്റ്റ് ഒരു ടാബിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഡോട്ട് മാറ്റിക് പ്രിന്റർ കാർബൺ റിബൺ ആണ് ഇങ്ക് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇങ്ക്ജെറ്റ് പ്രിന്ററിൽ യൂസ് ചെയ്യുന്നത് കാർട്രിഡ്ജ് ആണ് അവിടെ ഇങ്കായിട്ട് യൂസ് ചെയ്യുന്നത്. ലേസർ പ്രിന്റർ അവിടെ ഇങ്കായി യൂസ് ചെയ്യുന്നത് ടോണർ ആണ്. തെർമൽ പ്രിന്റർ അവിടെ യൂസ് ചെയ്യുന്ന ഹീറ്റ് സെൻസിറ്റീവ് പേപ്പറാണ് സ്പെഷ്യൽ എലമെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഓർത്തിരിക്കുക. ഒരു നോട്ട് കൊടുത്തിട്ടുണ്ട്. ദി പ്രിന്റർ ക്വാളിറ്റി ഈസ് മെഷേർഡ് ഇൻ ടേം ഓഫ് DPI. ഒരു പ്രിന്റർ ക്വാളിറ്റി നമ്മൾ മെഷർ ചെയ്യുന്നത് DPI യൂസ് ചെയ്തിട്ടാണ്. DPI മീൻസ് ഡോട്ട് പെർ ഇഞ്ച്. ഒരു ഇഞ്ച് പ്ലേസിൽ ഇത്രയും ഡോട്ട്സ് എന്ന രീതിയിലാണ് പ്രിന്ററിന്റെ ക്വാളിറ്റി നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പോൾ DPI എന്ന് ഓർത്തിരിക്കുക, ഡോട്ട് പെർ ഇഞ്ച് എന്നത് ഓർത്തിരിക്കുക. ഓക്കെ, ദെൻ മറ്റൊരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ് പ്ലോട്ടർ. ഇറ്റ്സ് ആൻ ഔട്ട്പുട്ട് ഡിവൈസ് യൂസ് ടു ടേക്ക് ഗ്രാഫ്സ് ആൻഡ് ഡിസൈൻ ഓൺ ദി പേപ്പർ. പേപ്പറിന്റെ മുകളിൽ ഗ്രാഫ്സ് അല്ലെങ്കിൽ ഡിസൈൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു വലിയ യൂണിറ്റ് ആണ് അത് പ്ലോട്ടർ. യൂസ് ടു മേക്ക് ഗ്രാഫ്സ് സച്ച് എസ് കൺസ്ട്രക്ഷൻ മാപ്പ്, എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ആൻഡ് ബിഗ് പോസ്റ്റേഴ്സ്. വലിയ വലിയ പോസ്റ്റേഴ്സ് അതുപോലെ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് പ്ലോട്ടേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇമേജ് തന്നിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് 3D പ്രിന്ററാണ്. ഓക്കെ, ഇതുവരെ നമ്മൾ പഠിച്ചത് 2 dimension പ്രിന്റേഴ്സ് ആണ്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 3D പ്രിന്റേഴ്സ് ആണ്. ഓക്കെ, ഇറ്റ്സ് എ ന്യൂ ജനറേഷൻ ഔട്ട്പുട്ട് ഡിവൈസ് യൂസ് ടു പ്രിന്റ് 3D ഒബ്ജക്ട്സ്. 3D ഒബ്ജക്ട്സ് പ്രിന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ന്യൂ ജനറേഷൻ ഔട്ട്പുട്ട് ഡിവൈസ് ആണ് എന്ത്? 3D പ്രിന്റേഴ്സ്. ഓക്കെ,
യൂസ് ടു മേക്ക് പ്ലാസ്റ്റിക് ടോയ്സ് ക്രിയേറ്റ് ചെയ്യാൻ, മെറ്റൽ മെഷീൻസ് പാർട്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ, ഫാൻസി ചോക്ലേറ്റ് കേക്ക്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, 3D പ്രിൻറ്റേഴ്സ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇവിടെ യൂസ് ചെയ്യുന്നത് ഇങ്കോ മറ്റുള്ള കാര്യങ്ങളോ അല്ല, മെൽറ്റഡ് പ്ലാസ്റ്റിക്സ് അല്ലെങ്കിൽ മെൽറ്റഡ് മെറ്റൽസ് ആയിരിക്കും ഇവിടെ നമ്മൾ ഇങ്കിന് പകരം യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് പല രീതിയിൽ 3D ആയിട്ട് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യാം, 3D പ്രിൻറ്റേഴ്സ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ലാസ്റ്റ് പോയിന്റ് ആണ് ഓഡിയോ ഔട്ട്പുട്ട് ഡിവൈസ്. ഇറ്റ് ഈസ് യൂസ് ടു പ്രൊഡ്യൂസ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഓഡിയോ ഡിവൈസ് ഔട്ട്പുട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദി സ്പീക്കേഴ്സ് ആർ സൗണ്ട് പ്രൊഡ്യൂസിങ് ഔട്ട്പുട്ട് ഡിവൈസ്. സ്പീക്കേഴ്സ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് എന്ത് യൂസ് ചെയ്യുന്നത്, ഓഡിയോ ഔട്ട്പുട്ട് ഡിവൈസ് ആ സ്പീക്കേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയാണ് ഈ ഒരു പാർട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ.